പടയൊരുക്കത്തിൽ പറവൂരുകാരൻ ജയിച്ചു. കണക്ക് കൂട്ടിയതിലും അപ്പുറത്തെ വിജയം. പക്ഷേ പട നയിച്ചവൻ നാട് നയിക്കുമോ? മറ്റാരുണ്ടെന്ന 30 അടി ഉയരത്തിൽ മുക്കിലും മൂലയിലും ഫ്ലെക്സ് വെച്ചതാണ്. താങ്കൾക്ക് മുമ്പും ഇവിടെ ജനഹൃദയങ്ങളിൽ നേതാക്കളുണ്ടായിരുന്നു. നാടിന്റെ വികസനം ഇച്ഛാശക്തിയായി കൊണ്ടു നടന്നവർ. താങ്കൾക്ക് ശേഷവും പ്രളയമല്ല. കണ്ണൂരിൽ കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നെങ്കിൽ സ്വയം ചോദിക്കേണ്ട സമയമായി, എവിടെയാണ് തെറ്റിയത്? ചരിത്ര നേട്ടമായി 3 സീറ്റുകളിൽ താമര. തമിഴകത്ത് ജനനായകൻ നയിക്കും. വങ്കനാട്ടിലും പുതുചരിത്രം. സമഗ്രമായി നോക്കാം ടോപ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കേരളത്തിൽ UDF തരംഗം. സെഞ്ചുറി അടിച്ച് തിരിച്ചുവരവ്. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ സമ്പൂർണ്ണ ആധിപത്യം. ഉജ്ജ്വല വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ VD സതീശൻ. ഭരണവിരുദ്ധ വികാരത്തിൽ തകർന്നടിഞ്ഞ LDF. അടിപതറി മന്ത്രിമാർ. ധർമ്മടത്ത് പിണറായിയെ ഞെട്ടിച്ചു VP അബ്ദുൾ റഷീദ്. ഭൂരിപക്ഷത്തിൽ വൻ കുറവ്. കണ്ണൂരിലെ CPM കോട്ടകൾ ഉൾപ്പെടെ തകർന്നു. വിശദമായി ചർച്ച ചെയ്യുമെന്ന് MA ബേബി. ഗവർണർക്ക് രാജി സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചരിത്രം കുറിച്ച് BJP. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും താമര വിരിഞ്ഞു. രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും BB ഗോപകുമാറും നിയമസഭയിലേക്ക്. നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന ആശയം ജനങ്ങൾ നെഞ്ചേറ്റിയതിന് തെളിവെന്ന് 3 സീറ്റുകളിലെ വിജയമെന്നും രാജീവ് ചന്ദ്രശേഖർ. ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും തോൽവി. ബംഗാളിൽ BJPയുടെ തേരോട്ടം. മമത തകർന്നടിഞ്ഞു. ഭവാനിപൂരിൽ തോൽവി. 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് അന്ത്യം. അസമിലും പുതുച്ചേരിയിലും BJPക്ക് ഭരണ തുടർച്ച. ബംഗാൾ ജനതയുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴകം തൂക്കി TVK. കന്നിയംഗത്തിൽ ചരിത്രം കുറിച്ച് വിജയ്. ഏറ്റവും വലിയ ഒറ്റകക്ഷി. ആർക്കും ഭൂരിപക്ഷമില്ല. സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടങ്ങി. അപ്രതീക്ഷിത തോൽവിയിൽ ഞെട്ടി DMK. മുഖ്യമന്ത്രി MK സ്റ്റാലിന് ദയനീയ തോൽവി. സംസ്ഥാനത്ത് തീപ്പൊരികളായി CPM വിമതർ. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ G സുധാകരനും ചരിത്ര വിജയം. PK ശശിക്കും PV അൻവറിനും തോൽവി. (2021) മികച്ച നേട്ടമുണ്ടാക്കി മുസ്ലിം ലീഗ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷവുമായി PK കുഞ്ഞാലിക്കുട്ടി. ലീഗിന്റെ ആദ്യ വനിതാ MLA ആയി ഫാത്തിമ തഹ്ലിയ. സംസ്ഥാനത്ത് 2 കൊഴിഞ്ഞു. മത്സരിച്ച 12 കേരള കോൺഗ്രസ് എമ്മിന് തോൽവി. ഇടതുമുന്നണിയിലെ 9 ഘടകകക്ഷികൾക്ക് MLA-മാരില്ല. നേട്ടമുണ്ടാക്കി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. RSPക്കും മികച്ച നേട്ടം. IPL-ൽ ലക്നൌവിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 229 റൺസ് വിജയലക്ഷ്യം. പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാൻ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യം. സ്റ്റോറി ഓഫ് ദി ഡേ. MP-യുടെ വീട്ടിലേക്ക് ഒരു MLA കൂടി. ചരിത്രമായി 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ചെങ്കോട്ടകൾ ഇടിച്ചു നിരത്തി 102 സീറ്റുകൾ നേടിയ UDF തേരോട്ടത്തിൽ 35 സീറ്റുമായി തകർന്നടിഞ്ഞു ഇടതുമുന്നണി. മുഖ്യമന്ത്രിയെ പോലും വിറപ്പിച്ച് 13 മന്ത്രിമാരെയും LDF കൺവീനറെയും നിലം പരിശാക്കിയ ജനവിധിയിൽ ഞെട്ടിത്തരിച്ചു ഇടതുപക്ഷം. സംസ്ഥാന അധ്യക്ഷനും മുൻ അധ്യക്ഷനും ഉൾപ്പെടെ 3 BJP നേതാക്കൾ പൊരുതി നേടിയ മിന്നും വിജയത്തിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് NDA. 2021 99 സീറ്റുമായി തുടർഭരണത്തിലേറി ചരിത്രം കുറിച്ച ഇടതുമുന്നണി 5 വർഷങ്ങൾക്കിപ്പുറം 35 സീറ്റായി തകർന്നടിഞ്ഞതും മറ്റൊരു ചരിത്രമായി മാറുന്നു.
ഭരണമുന്നണി നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുമെന്നോ പ്രതിപക്ഷം കൊടുങ്കാറ്റായി മാറുമെന്നോ പ്രവചിക്കാൻ ഒരൊറ്റ എക്സിറ്റ് പോളിന് പോലും കഴിയാതെ പോയി. 100-ലധികം സീറ്റുകൾ നേടി തരംഗമുണ്ടാകുമെന്ന UDF നേതാക്കൾ ആവർത്തിച്ചിരുന്നെങ്കിലും ആർത്തിരമ്പിയ തിരമാലകൾ ഒരു സുനാമിയായി മാറുമെന്ന് അവർ പോലും കരുതിയിരുന്നില്ല. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ സമ്പൂർണ്ണ ആധിപത്യം. ഒരു പുതുയുഗം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു ഭരണമുണ്ടാകും കേരളത്തിൽ. 10 വർഷത്തെ ക്ഷേമ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലുകൾ പിഴച്ചപ്പോൾ ചെങ്കോട്ടകളടക്കം 6 ജില്ലകളിൽ ഭരണമുന്നണിക്ക് സമ്പൂർണ്ണ പരാജയം. മുഖ്യമന്ത്രി പോലും വിയർത്തു ജയിച്ചപ്പോൾ മുക്കാൽ മന്ത്രിസഭയും മുങ്ങിത്താഴ്ന്നു. കണ്ണൂരിലെ കോട്ടകൊത്തളങ്ങൾ തരിപ്പണമായി. അമ്പലപ്പുഴയിൽ G. സുധാകരനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണനും CPM-ന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായി മാറി. ഇപ്പോൾ ഉണ്ടായ ഈ പരാജയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. കേരളമാകെ ഉറഞ്ഞു തുള്ളിയ UDF കൊടുങ്കാറ്റിൽ ഇളകാതെ നിന്ന 3 BJP നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ പോരാളികളായി മാറി. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V. മുരളീധരനും ചാത്തന്നൂരിൽ BB ഗോപകുമാറും NDAയുടെ അഭിമാനവും ആവേശവുമായി ചരിത്ര വിജയം നേടി. അപ്പോൾ ഈ ഇലക്ഷൻ ഒരു ആൻറ്റി CPM ഇലക്ഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് ജനങ്ങളൊരു അവസരം തന്നു, അത് സന്തോഷമുണ്ട്. അധികായന്മാർ കടപുഴകി വീണതും യുവത്വവും പുതുമുഖങ്ങളും വെണ്ണിക്കൊടി പാറിച്ചതും ഘടകകക്ഷികൾ തോറ്റു തുന്നം പാടിയതും സടകുടഞ്ഞെഴുന്നേറ്റതും കണ്ട 2026 തിരഞ്ഞെടുപ്പ് എക്കാലവും ഓർക്കേണ്ട രാഷ്ട്രീയ പാഠം തന്നെയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വർഷത്തിന് ശേഷമുള്ള ഐതിഹാസിക തിരിച്ചുവരവ്. ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിജയം. ഇത്തവണ 63 സീറ്റുകളിലാണ് കോൺഗ്രസ് ജയിച്ചു കയറിയത്. രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നേടിയതും 23 സീറ്റ് എന്ന ചരിത്ര വിജയമാണ്. മത്സരിച്ച 7 സീറ്റുകളിൽ 6ഉം ജയിച്ച് കേരള കോൺഗ്രസ് ജോസഫും കൊല്ലത്തെ 3 സീറ്റുകളിൽ വിജയക്കൊടി പാറിച്ച RSPയും UDF തരംഗത്തിന് ആക്കം കൂട്ടി. ഇടത് കോട്ടകളിൽ കടന്നു കയറിയാണ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ തേരോട്ടം. 102 സീറ്റുകൾ നേടിയാണ് 10 വർഷത്തിനിപ്പുറം ഉജ്ജ്വല തിരിച്ചുവരവ് നടത്തി ഭരണത്തിലേറുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുമ്പോൾ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കൊപ്പം തന്നെ അത് വിലക്കയറ്റമാണെങ്കിലും തൊഴിലില്ലായ്മയാണെങ്കിലും കാർഷിക മേഖലയുടെ പ്രതിസന്ധിയാണെങ്കിലും വന്യമൃഗശല്യമാണെങ്കിലും അതെല്ലാം ഞങ്ങൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങളിലെല്ലാം സമരം ചെയ്യേണ്ടടുത്ത് സമരം ചെയ്യാനും പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ട അതിനും ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളും വിശകലനങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അൺഫിലി ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, UDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരുന്നു. അവർക്ക് രാഷ്ട്രീയമായി നിലനിൽപ്പിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചേ മതിയാകൂ. ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയും ജയവും എന്ത് സംബന്ധിച്ച് വിശദീകരണവും വിശകലനവും ഒക്കെ നടത്തിയാൽ പൊതുവെയുള്ളൊരു ജനവികാരമാണ് ഇന്നത്തെ വോട്ടെണ്ണലിൽ കണ്ടത്. എന്തായാലും കേരളം വിധിയെഴുതിയത് കണ്ടു കഴിഞ്ഞു. ഇനി UDF അങ്ങോട്ട് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. അമരത്താരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് പട നയിച്ചവൻ നാട് ഭരിക്കുമോ? ഇനി അങ്ങോട്ട് കോൺഗ്രസിലേക്കുള്ള ചർച്ചകളൊക്കെ എങ്ങനെയായിരിക്കും? അത് തന്നെയാണ് ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്. ഒരു 10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന്റെ ആ പ്രതീക്ഷയുടെയും ഒരു ആത്മവിശ്വാസത്തിന്റെയും ആ പ്രവർത്തനത്തിന്റെയും ഉള്ള ഒരു മികവിന്റെ ഒരു നേട്ടം തന്നെയാണ്. ആ നേട്ടം എന്ന് പറയുന്നത് വെറും ഒരു നേട്ടമല്ല, അതിനപ്പുറത്തേക്ക് ഇത് ചരിത്ര വിജയമായി മാറുന്നു. അവർ പോലും ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഒരു കൊടുങ്കാറ്റ് സുനാമിയായി മാറുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തെ, ആ ഒരു പ്രതീക്ഷയിലും ഇനി 5 വർഷം അതേ രീതിയിൽ ജനങ്ങൾ തന്ന സമ്മാനം, അതിനെ ജനങ്ങളോടുള്ള ആ ജനവിധിയെ മാനിച്ചുകൊണ്ട് ആ ജനങ്ങളുടെ എല്ലാ രീതിയിലും ജനങ്ങൾ
നേതൃത്വം നൽകുന്ന ഒരു സമർപ്പണമായി തന്നെ ഇത് കരുതുമെന്ന് തന്നെയാണ് ഈ 5 വർഷത്തെ ഇനിയുള്ള ഭരണത്തെ അങ്ങനെ തന്നെയാണ് നേതാക്കൾ ഓരോരുത്തരും പറയുന്നതും വിലയിരുത്തുന്നതും. അത് രമേശ് ചെന്നിത്തലയായാലും വി ഡി സതീശനായാലും കെ.സി. വേണുഗോപാലായാലും ഇത് പറയുമ്പോൾ നേതാക്കളുടെ വാക്കുകളിലൊക്കെ തന്നെ അത്രയേറെ നന്ദിയും കടപ്പാടും അവർ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുകയാണ്. കാരണം അവരെ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കാണ് 102 സീറ്റുകൾ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയെ ആരാകുമെന്ന തീരുമാനത്തിലേക്ക് മാറുന്നു. അതിനപ്പുറത്തേക്ക് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ എന്താകുമെന്ന് തീരുമാനിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊക്കെ തന്നെയും കിടക്കുന്നു. കാരണം പ്രമുഖ നേതാക്കളൊക്കെ തന്നെയും ജയിച്ചു കയറിയതാണ്. അത് കോൺഗ്രസിലായാലും മറ്റ് ഘടകകക്ഷിയിലായാലും ലീഗിലായാലും RSP ആയാലും കേരള കോൺഗ്രസ് ഒക്കെ ആയാലും തന്നെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ജയിച്ചു കയറിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൂടിയാണ് UDF സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളൊക്കെ തന്നെയും UDF-ലായാലും കോൺഗ്രസിലായാലും കൂലങ്കഷമായ ചർച്ചകൾ തന്നെയാണ്. അപ്പോഴും ഈ ചർച്ചകൾ നടക്കുമ്പോഴും അത് ജനങ്ങളുടെ ഈ ജനവിധിയെ മാനിച്ചുകൊണ്ട് അത്രയേറെ മാനിക്കുന്നു കോൺഗ്രസ് നേതാക്കളെന്ന് പറയുന്നു. കാരണം അവസാന സമയത്തൊക്കെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഈ പോളിംഗ് കഴിഞ്ഞ ശേഷം കണ്ട ഒരു മാസത്തോളം കണ്ട കാഴ്ചകളൊക്കെ തന്നെ കോൺഗ്രസിലെ 3 നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള തമ്മിലടി. അതിനപ്പുറത്തേക്ക് വീണ്ടും വോട്ടർമാർക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള തർക്കങ്ങളിലേക്കോ കലഹങ്ങളിലേക്കോ പോകരുതെന്ന് ഇപ്പോൾ തന്നെ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹൈക്കമാൻഡ് AICC നിരീക്ഷകർ നാളെ തന്നെ കേരളത്തിലേക്ക് എത്തുന്നു. കാരണം അവർ കൃത്യമായി കൂടിയാലോചനകൾ നടത്തുന്നു. ഒരു തർക്കത്തിലേക്ക്, അതായത് മുഖ്യമന്ത്രി ആരാകുമെന്നത് അത് ഉറപ്പായും ഒരു തർക്കമായി മാറുമെങ്കിൽ പോലും അത് വലിയ രീതിയിൽ പൊട്ടിത്തെറികളിലേക്കൊന്നും പോകാതെ രമ്യമായി അത് പരിഹരിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് UDF നേതാക്കളും ഹൈക്കമാൻഡും ഒക്കെ തന്നെയും ശ്രമിക്കുന്നത്. അതിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് വലിയൊരു പങ്കും ഈ ഒരു മുഖ്യമന്ത്രി തീരുമാനത്തിൽ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പ് തന്നെയാണ്. എന്തായാലും അതിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടക്കുമ്പോഴും ഒഴിവാക്കപ്പെടുന്ന നേതാക്കന്മാർ കാരണം 20-21 മന്ത്രിമാരെ അടങ്ങുന്ന ഒരു ക്യാബിനറ്റ് രൂപീകരണം വരുമ്പോൾ പലരെയും കാരണം ജയിച്ചു വന്നവരെല്ലാവരും തന്നെ ഇത് കോൺഗ്രസിൽ ഇപ്പോൾ 63 പേർ ജയിച്ചുവെങ്കിൽ അവരൊക്കെ തന്നെ ഏറെക്കുറെയും പ്രമുഖരാണ്. എല്ലാവരും മന്ത്രിമാരാകാൻ യോഗ്യത മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായാലും ഒക്കെ യോഗ്യതയുള്ളവരാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് സാമുദായിക സമവാക്യങ്ങളൊക്കെ കണക്കിലെടുക്കേണ്ടി വരുമ്പോൾ പലരും ഒഴിവാക്കപ്പെടും. അവരെയൊക്കെ കൃത്യമായി അനുനയിപ്പിക്കുന്നു. അങ്ങനെ ഒരു സമഗ്രമായ ദൗത്യത്തിലേക്കാണ് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളും ഹൈക്കമാൻഡ് അടക്കം UDF നേതൃത്വം അടക്കം കടന്നു ചെല്ലുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും വലിയ രീതിയിലൊരു പൊട്ടിത്തെറിയിലേക്കോ പരസ്യമായ ഒരു കലാപത്തിലേക്കോ ഒന്നും തന്നെ മാറാതെ, കാരണം കോൺഗ്രസിന്റെ UDF-ന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇനി അങ്ങനെ ഒരു രീതിയിലേക്ക് മാറാതിരിക്കാൻ. കാരണം ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് 1/4 നൂറ്റാണ്ടിന് ശേഷം 2001 നേടിയ ആന്റണി മന്ത്രിസഭ നേടിയ വിജയത്തിന് ശേഷം 25 വർഷത്തിന് ശേഷമാണ് ഇതുപോലൊരു ഉയർത്തെഴുന്നേൽപ്പ് UDF-നുണ്ടാകുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സടകുടഞ്ഞ് കോൺഗ്രസും UDF-ഉം ഒക്കെ ജയിച്ച് കയറുന്നത്. അതുകൊണ്ട് ആ ഒരു ജനങ്ങൾ തന്ന ജനവിധി അതേ രീതിയിൽ മാനിച്ചുകൊണ്ട് അവമതിപ്പുണ്ടാക്കാതെ മുന്നോട്ട് പോവുക. ഇനിയുള്ള തുടർ നടപടികൾ മുഖ്യമന്ത്രി മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളൊക്കെ തന്നെ തർക്കരഹിതമായി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നേതൃത്വം ഹൈക്കമാൻഡും ഒക്കെ തീരുമാനിച്ച് കളത്തിലിറങ്ങിയിരിക്കുന്നത്. ശരി, ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും? എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ദിവസം UDF-ന്റെയും കോൺഗ്രസിന്റെയുമായിരുന്നു. കാരണം ഇടത് കോട്ടകളിൽ കടന്നു കയറിയാണ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ തേരോട്ടം. 102 സീറ്റുകൾ നേടിയാണ് 10 വർഷത്തിന് പുറത്തേക്ക് ഭരണത്തിലേറുന്നത്. അതും പ്രതീക്ഷകൾക്കും കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ളൊരു തരംഗമാണ് ഇന്ന് കേരളം കണ്ടത്. പാർട്ടി കോട്ടകൾ പോലും കടപുഴകിയുള്ള ജനവിധി. അൻഫിൽഡ് സൂചിപ്പിച്ച പോലെ തന്നെ 25 വർഷത്തിന് ശേഷമുള്ള ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റാണ് UDF-ന്റേത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിൽഡ് ഡിസൂസ. സംസ്ഥാനത്ത് UDF-ന്റെ സെഞ്ചുറി നേട്ടത്തിൽ അവകാശമുന്നയിക്കാൻ ഏറ്റവും യോഗ്യൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ്. തരംഗം സുനാമിയായി മാറിയത് തന്നെയാണ് സതീശൻ പറഞ്ഞ വിസ്മയം. ആകെ തകർന്ന മുന്നണി സംവിധാനത്തെയും കോൺഗ്രസ് എന്ന പാർട്ടിയെയും 2021 മുതൽ ഇങ്ങോട്ട് തോളിലേറ്റി തന്നെയാണ് വി ഡി ഈ മിന്നും വിജയത്തിലേക്ക് എത്തിച്ചത്. 2001 മുതൽ പറവൂരിന് ഒറ്റ മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വി ഡി സതീശനായിരുന്നു. ആ മുഖം ഇന്ന് കേരളത്തിന്റെ മുഖമായിരിക്കുന്നു. ഒരു തവണ തോറ്റ മണ്ഡലത്തിൽ നിന്ന് വിജയം പിടിച്ചെടുത്ത സതീശൻ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കോൺഗ്രസിലെ ഹരിത MLA-മാരുടെ നേതൃത്വം ഏറ്റെടുത്തു. യുവാക്കളായ MLA-മാരെയും MP-മാരെയും പാർട്ടിക്ക് സംഭാവന ചെയ്യുന്നതിൽ നിർണായക പങ്ക്. ഒടുവിൽ പിണറായി വിജയൻ തുടർഭരണം നേടിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പകരക്കാരനായി കോൺഗ്രസ് നേതൃത്വം സതീശനെ ചുമതലയേൽപ്പിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡിനെതിരെ അന്ന് വിമർശനം ഉയർന്നെങ്കിലും ആ തീരുമാനം 100% ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുകയാണ്. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദമായി പഠിച്ചു തന്നെയാണ് സതീശൻ ഓരോ പ്രതികരണങ്ങളും നടത്തിയത്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങളുമായി ബന്ധം പുലർത്തി.
സഭയ്ക്ക് അകത്തും പുറത്തും ഭരണപക്ഷ നേതൃത്വത്തെ ചോദ്യമുനയിൽ നിർത്താൻ വി ഡി സതീശന് കഴിഞ്ഞു. 4 തട്ടിലായിരുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയെ മാത്രമല്ല പല വഴിക്കൊഴുകിയിരുന്ന UDF-നെയും ഒറ്റക്കെട്ടായി ചേർത്തു നിർത്തി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും ടീം UDF എന്ന നിലയിൽ കെട്ടുറപ്പുള്ള സംവിധാനം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. തകർന്നുപോയ ജനവിശ്വാസം 5 വർഷം കൊണ്ട് തിരിച്ചുപിടിച്ചു. മതസാമുദായിക നേതൃത്വത്തിന് കീഴടങ്ങിയിരുന്ന UDF സംവിധാനത്തെ അവരിൽ നിന്ന് കൃത്യമായ അകലം പാലിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിച്ചതും സതീശനാണ്. കണക്കുകൾ പറഞ്ഞു തന്നെയായിരുന്നു സതീശൻ അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. ഓരോ ഫലം വരുമ്പോഴും അത് കൃത്യമായി എന്നുള്ളതാണ് പ്രധാനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 100 സീറ്റിലധികം നേടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് സതീശൻ പറഞ്ഞു. അന്ന് വി ഡി സതീശനെ പരിഹസിച്ചവർ നിരവധിയാണ്. 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ ഫലം വന്നപ്പോൾ സതീശന്റെ വാക്കുകളെല്ലാം യാഥാർത്ഥ്യമായി. പറവൂരിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ നേരിയ കുറവ് സംഭവിച്ചുവെന്ന് മാത്രമാണ് എതിരാളികൾക്ക് ആകെ പറയാനുണ്ടാവുക. ET ടൈസൺ മാസ്റ്റർ ഇറക്കിയിട്ടും 20,000-ന് മുകളിൽ നിന്നു ഭൂരിപക്ഷം. ഇനിയൊരു കാത്തിരിപ്പാണ്. പട നയിച്ചവൻ നാട് നയിക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പ്. KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി. CPM വിരുദ്ധ തരംഗത്തിൽ തകർന്നടിഞ്ഞു LDF. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് LDF-ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. 1 ഡസനിലധികം മന്ത്രിമാർ തോറ്റ പോരാട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു. അമിത ആത്മവിശ്വാസവും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും തിരിച്ചടിയുടെ ആക്കം കൂട്ടി. കണ്ണൂരിലെ തിരിച്ചടി LDF പരാജയം പാർട്ടിക്കാരും ആഗ്രഹിച്ചിരുന്നു എന്നതിന്റെ തെളിവായി. കേരളത്തിൽ ഇപ്പോൾ ഈ തിരിച്ചടിയായതിൻ്റെ കാരണം ഞങ്ങൾ പരിശോധിച്ച് കണ്ടെത്തേണ്ടത്. അപ്പോഴും ഗവൺമെൻസിനെതിരായി, ഭരണത്തിനെതിരായി വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് തികച്ചും അപ്രതീക്ഷിതമായ ഇത്തരത്തിലുള്ള ഒരു തോൽവി ഉണ്ടായത് എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കാതിരിക്കുന്നു. വിശദാംശങ്ങളും വിശകലനങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടി കോട്ടകൾ കടപുഴകി പല വൻമരങ്ങളും വീണു. മുഖ്യമന്ത്രി അടക്കം തുടക്കത്തിൽ വിറച്ച ഒരു സാഹചര്യമുണ്ടായി. കണക്ക് കൂട്ടി ശിക്ഷിച്ചോ? കനത്ത പ്രഹരമാണോ CPM-ന് ഏൽക്കേണ്ടി വന്നത്? ഇനി അങ്ങോട്ട് മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അമ്പിളി, കണക്കുകൂട്ടി മാത്രമല്ല തിരഞ്ഞു പിടിച്ച് ശിക്ഷിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കണ്ണൂരിൽ ഉൾപ്പെടെ അടിയൊഴുക്കുകൾ അല്ലെങ്കിൽ തിരിച്ചടികൾ, അത്തരത്തിലുള്ള വിലയിരുത്തലേക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരും. ഏറ്റവും പ്രധാനം, അല്പം മുമ്പ് നമ്മൾ കേട്ടത് CPM-ന്റെ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആർക്കെതിരായ വികാരമാണ് പ്രതിഫലിച്ചതെന്ന് CPM പരിശോധിക്കണം, LDF പരിശോധിക്കണം. കാരണം ഭരണവിരുദ്ധ വികാരം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ നേതൃത്വത്തിനെതിരെ, ഇതുവരെ എടുത്ത രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ അതിശക്തമായ വികാരം, അടിയൊഴുക്ക് ഓരോ മണ്ഡലത്തിലും ഉണ്ടായിരുന്നെന്ന് പറയാതെ സമ്മതിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. അതുകൊണ്ട് തന്നെ അടിമുടി ഒരു പൊളിച്ചെഴുത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ വലിയ പരിഹാസത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആകെ തന്നെ ചർച്ച ചെയ്താണ്. അപ്പോഴും ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇടതുപക്ഷം അല്ലെങ്കിൽ CPM അനുഭാവികളെല്ലാം തന്നെ വലിയ ചോദ്യം ഉണ്ടാകുന്നു, ആരാണ് ഇനി പ്രതിപക്ഷ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച കോൺഗ്രസിൽ തുടങ്ങി അടിയായെന്നൊക്കെ. പക്ഷേ അന്നും ചില ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അഥവാ ഭരണം കിട്ടിയില്ലെങ്കിൽ ആരായിരിക്കും ഇടതുപക്ഷത്തെ പ്രതിപക്ഷ നേതാവെന്ന്. അതാണ് ഇനി ഉയർന്നു വരുന്ന ചോദ്യം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ സ്വാഭാവികം രാജിവെച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നൊരു ചോദ്യം. അങ്ങനെ അല്ലെങ്കിൽ അതിന് കേൾപ്പുള്ള ഒരു നേതാവിനെ ഈ കാലഘട്ടത്തിൽ CPM ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. കാരണം ഒരുപിടി നേതാക്കൾ കോൺഗ്രസിൽ ഈ മുഖ്യമന്ത്രി പദത്തിനായി ഇങ്ങനെ പോരടിക്കുമ്പോൾ മറുവശത്ത് ഒറ്റപ്പേരിലായിരുന്നു. അതായത് അവിടെ ഒരു തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. തർക്കങ്ങൾ ഉണ്ടാകാതിരുന്നത് മറ്റേതെങ്കിലും ഒരു നേതാവ് ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമായിരുന്നില്ല. ഒരു ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയുള്ള ചില നിലപാടുകൾ പിണറായി വിജയൻ അടങ്ങുന്ന ഒരു വിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് LDF-ന് കടുത്ത തിരിച്ചടി തന്നെയാണ്, കനത്ത തിരിച്ചടി തന്നെയാണ് ഈ മണ്ഡലങ്ങളിൽ ആകെ തന്നെ നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായി നമുക്കറിയാം
എന്തുകൊണ്ടാണ് ജി സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക് പോയത് എന്നുള്ളത് കൂടി ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ കണ്ണൂരിൽ തിരിച്ചടി ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം അത് കുഞ്ഞികൃഷ്ണനായാലും TK ഗോവിന്ദനായാലും അവരെടുത്ത നിലപാടുകൾ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞികൃഷ്ണൻ പോകുന്നു, അതുപോലെ തന്നെ ജി സുധാകരൻ വിരുദ്ധ നിലപാട്. അപ്പോഴും TK ഗോവിന്ദനെ കൂടെ നിർത്താനല്ല പാർട്ടി നേതൃത്വം തയ്യാറായത്. ഒരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ധാർഷ്ട്യം കലർന്ന ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. അതിനേറ്റ തിരിച്ചടിയാണ്. അതിനേറ്റ തിരിച്ചടി എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. 2016 36,000 വോട്ടിന്റെ ഭൂരിപക്ഷം പിണറായി വിജയൻ ധർമ്മടത്ത് നേടുന്നു. പിന്നീട് അത് 50,000 ആക്കി ഉയർത്തുന്നു. അവിടെയാണ് ഇപ്പോൾ അത് 19,000-ലേക്ക് എത്തിയിരിക്കുന്നതെന്ന് ചേർത്ത് വായിക്കണം. അതായത് പിണറായി വിജയന്റെ വോട്ട് നിലയിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായപ്പോൾ തന്നെ, തുടക്കത്തിലെ ആ കുറവുണ്ടായപ്പോൾ തന്നെ ഒരു ട്രെൻഡ് മണുത്തതാണ്. കാരണം എങ്ങോട്ടാണ് കേരളം പോകുന്നത്? പക്ഷെ അപ്പോഴും തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഒരു ആശ്വാസ തുരുത്തായി നിന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പാർട്ടിയുടെ കോട്ടകളാകുന്ന സ്ഥലങ്ങൾ, കോട്ടകളൊന്നും ഒരു കോട്ടകളുമില്ല, എല്ലാ കോട്ടകളും ഇളക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി LDF-ന്റെ, അത് CPM-ന്റെ മാത്രം കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട കാര്യം LDF-നൊപ്പം നിന്നു, അതായത് CPM-നൊപ്പം നിന്നതിന്റെ പേരിൽ ഘടകകക്ഷികളുടെ അവസ്ഥയും പരിതാപകരമാകുന്ന അവസ്ഥയാണ്. ഭേദപ്പെട്ട പ്രകടനമെങ്കിലും കാഴ്ചവെച്ചത് CPI ആണെന്ന് പറയുന്നത്. പക്ഷേ മുന്നണി ചർച്ചകളിലേക്ക് വരുമ്പോൾ വലിയ വിമർശനം CPM നേതൃത്വത്തിനെതിരെ ഉയരും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കുമെതിരെ തൻപ്രമാണിത്ത സമീപനങ്ങൾ എടുത്തതിന്റെ വലിയ തിരിച്ചടി ഉണ്ടായിരുന്ന കടുത്ത വിമർശനത്തിന് മറുപടി പറയേണ്ടി വരും. പാർട്ടി താഴെ തട്ടിൽ തന്നെ അതിന് ഉത്തരം കണ്ടെത്തേണ്ടി വരും. അത് തിരുത്താൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ M സ്വരാജ് അടക്കമിട്ട പോസ്റ്റ് പോലെയാണെങ്കിൽ ഇതേ സ്ഥിതി തുടരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. PR വർക്ക് കൊണ്ട് ജനങ്ങളുടെ വികാരത്തെ, താഴെ തട്ടിലുള്ള പ്രതിഫലനത്തെ തിരിച്ചറിയാൻ കഴിയില്ലെന്ന് CPM ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും ഇനിയും വരാൻ പോകുന്ന അമ്പിളി. ശരി, ജനങ്ങൾ തോൽപ്പിച്ചെങ്കിലും CPM-ന്റെ പല നേതാക്കൾക്കും തോൽവി ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. 109 സീറ്റ് കിട്ടിയാലും അമ്പലപ്പുഴയിൽ CPM തോറ്റാൽ കേരളം തോറ്റു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി അന്ന് പറഞ്ഞിരുന്നത്. അമ്പലപ്പുഴ മാത്രമല്ല, എല്ലാ പാർട്ടി കോട്ടകളും തകരുന്നതാണ് കണ്ടത്. മലബാറിലെ പാർട്ടി കോട്ടകളിൽ ഇടതുമുന്നണിക്കുണ്ടായത് അമ്പരപ്പിക്കുന്ന പരാജയമാണ്. ഒരിക്കലും ഇളകാത്ത പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ പാർട്ടി വിമതർ കീഴടക്കി. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുഖ്യമന്ത്രി ഇല്ലാത്തൊരു കാലം വന്നു. CPM ഒരുപാട് ഉൾപാർട്ടി പരിശോധന നടത്തേണ്ടി വരുന്ന ഒരു കാലമാണ്. പകരക്കാരനില്ലാതെ തെരഞ്ഞെടുപ്പ് നേരിട്ട സാക്ഷാൽ പിണറായി വിജയന് ധർമ്മടത്ത് ആദ്യ റൗണ്ടിൽ പിന്നിൽ പോയെങ്കിൽ പാർട്ടി ചിന്തിക്കണം. ജനം ചിന്തിച്ചതും പ്രതികരിച്ചതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. തുടർഭരണമെന്ന ചരിത്ര നേട്ടത്തിൽ ഇടതുമുന്നണിയെ നയിച്ച ക്യാപ്റ്റന്റെ ഇങ്ങനെ ഒരു പടിയിറക്കം രാഷ്ട്രീയ എതിരാളികൾ പോലും കരുതിയിരുന്നില്ല. അക്കമിട്ട് നിരത്തിയ 10 വർഷത്തെ ക്ഷേമ വികസന പദ്ധതികളോട് മുഖം തിരിച്ച് ഭരണമുന്നണിയെ വേരോടെ പിഴുതെറിഞ്ഞ ജനവിധി ആർക്കുള്ള മറുപടിയാണ്? മണിക്കൂറുകൾക്കുള്ളിൽ രാജി സമർപ്പിച്ച മുഖ്യമന്ത്രി തോൽവിയുടെ ഭാരം ഏറ്റെടുക്കുമോ എന്നതും മറ്റൊരു ചോദ്യം. പാർട്ടി എന്നാൽ പിണറായി, പിണറായി എന്നാൽ പാർട്ടി. ഈ ആപ്തവാക്യം ക്രമേണ CPM-ന്റെ ശൈലിയായി മാറിത്തുടങ്ങിയ കാലത്ത് മുഖ്യമന്ത്രി പദത്തിലേറിയ നേതാവ് 10 വർഷം തുടർച്ചയായി ഭരിച്ചു, പാർട്ടിയെയും മുന്നണിയെയും നയിച്ചു. ഇക്കാലയളവിൽ വന്ന ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പരാജയം ഏറ്റുവാങ്ങുമ്പോഴും അതൊന്നും തുടർഭരണത്തെ ബാധിക്കില്ല എന്ന ഉറച്ച ആത്മവിശ്വാസം പാർട്ടിക്കും ക്യാപ്റ്റനും ഒരുപോലെയായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് വേളയിലും വാരിക്കോരി നൽകുന്ന ക്ഷേമ വികസന പദ്ധതികൾ, കോവിഡ് കാലത്തെ കിറ്റും 6 മണി വാർത്താ സമ്മേളനവും രണ്ടാം ഭരണകാലത്ത് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടെങ്കിലും ജനം മുഖം തിരിച്ചു. ഒന്നും എന്നെ യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. ഭരണവിരുദ്ധതയ്ക്കപ്പുറം ജനങ്ങൾ തിരഞ്ഞുപിടിച്ചു തോൽപ്പിക്കുന്ന കാഴ്ച കണ്ട് നേതാക്കന്മാർ ഞെട്ടിവിറച്ചു. പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ച നേതാക്കന്മാരെ പരിഹസിച്ച് അവഗണിച്ചപ്പോൾ പാളയത്തിലെ പട തിരിച്ചറിയാൻ വൈകിയ പടനായകനായി മാറി. പ്രത്യയശാസ്ത്രത്തിലും ശൈലിക്കും വ്യതിചലനമുണ്ടായപ്പോൾ നേതാവിനൊപ്പം നേതൃത്വവും നിലകൊണ്ടു. തിരുത്താൻ ഒരു വേള പോലും തയ്യാറാകാതിരുന്ന പാർട്ടിയെ നേരിടാൻ ഒടുവിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. തുടർഭരണമുണ്ടായപ്പോൾ രണ്ടാം ഇടതുമുന്നണി എന്നതിനപ്പുറം രണ്ടാം പിണറായി എന്ന വിളിപ്പേര് സമ്മാനിച്ച പാർട്ടി നിലം പരിശാകുമ്പോൾ പാപഭാരം ഏറ്റെടുക്കേണ്ട പടനായകൻ നിശബ്ദനായി പടിയിറങ്ങുകയാണ്. ആൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. തോൽവിയുമായി ബന്ധപ്പെട്ട് ഇത്ര സമയമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് പ്രതികരിക്കാനോ ഒരു പ്രസ്താവന ഇറക്കാൻ പോലും തയ്യാറായിട്ടില്ല.
2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയത് ചരിത്ര നേട്ടമാണ്. പൂട്ടിയ അക്കൗണ്ട് മാത്രമല്ല, അതിന്റെ കൂടെ 2 അക്കൗണ്ടുകൾ കൂടി തുറന്നു ഇത്തവണ. രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും ഒപ്പം BB ഗോപകുമാർ നിയമസഭയിൽ BJPയുടെ ശബ്ദമാകും. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ BJPയുടെ ഏറ്റവും വലിയ വിജയമാണ് ഇത്. അവരുടെ ത്യാഗോജ്വലമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ വിജയം. ഈ കഴക്കൂട്ടത്തെ ഒരു മാതൃകാ പ്രദേശമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക എന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആശയം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലുള്ള ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാനം അല്ലെങ്കിൽ ചരിത്ര നേട്ടമാണ്. പൂട്ടിയ അക്കൗണ്ട് മാത്രമല്ല, 2 അക്കൗണ്ടുകൾ തുറന്ന് നിയമസഭയിൽ 3 MLA-മാരുണ്ടാവും BJPക്ക്. എത്രത്തോളം വലിയ ഒരു അഭിമാനം അല്ലെങ്കിൽ ചരിത്ര നേട്ടമാണ് BJP ക്യാമ്പിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട്, ഒപ്പം എത്രത്തോളം വലിയ ഒരു പ്രത്യാശയാണ് BJPക്കുള്ളത്? അമ്പിളി, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാകുമെന്ന ആദ്യഘട്ടത്തിൽ തന്നെ ആ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള ഫലങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ BJPയുടെ ഒരു വലിയ മുന്നേറ്റം, വളർച്ച, അത് തന്നെയാണ് ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയ്ക്ക് വന്നതും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമുണ്ടായി, അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നു, വോട്ടെടുപ്പ് നടന്നു. അതിനുശേഷം ഉള്ള എക്സിറ്റ് പോളുകളിലൊക്കെ തന്നെയും BJPക്ക് 1 മുതൽ 4 വരെ സീറ്റുകൾ നേടാൻ കഴിയും എന്നതായിരുന്നു ഏതാണ്ട് ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണ എന്ന് പറയുന്നത്. ഏതാണ്ട് അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്ന് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും 3 സീറ്റുകൾ നേടിക്കൊണ്ട് പൂട്ടിയ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, അതുകൂടാതെ 2 അക്കൗണ്ടുകൾ കൂടി തുറന്നുകൊണ്ടാണ് BJP ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൽ ചാത്തന്നൂർ മണ്ഡലം അത് വളരെ സൈലൻ്റായി തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. നേമം, കഴക്കൂട്ടം തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള വലിയ ആവേശവും ആത്മവിശ്വാസവും ഒക്കെ തന്നെ ഉണ്ടാകുമ്പോഴും ചാത്തന്നൂരിലുള്ള വിജയം അവിടെ അത് ഒരു സൈലന്റ് ഫാക്ടറായി തന്നെ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ചാത്തന്നൂർ തന്നെയാണ് ആദ്യം ഇക്കുറി താമര വിരിഞ്ഞത് എന്നുള്ളതാണ്. അവിടെ മികച്ച ഒരു പോരാട്ടത്തിലൂടെ തന്നെ ആ ഒരു വിജയം നേടിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ചാത്തന്നൂരിൽ BB ഗോപകുമാർ, അദ്ദേഹം നാട്ടുകാരൻ കൂടിയാണ്. അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആ ഒരു സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ BJPയുടെ വോട്ട് വേട്ട അവിടെ ആരംഭിക്കുന്നത്. അതിനുശേഷം തൊട്ട് പിന്നാലെ തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ വലിയ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് അവിടെ ആ സീറ്റ് തിരിച്ചു പിടിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഫോട്ടോ ഫിനിഷ് നമുക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ തന്നെയായിരുന്നു കഴക്കൂട്ടത്തെ മത്സരം നടന്നത്. കഴക്കൂട്ടത്ത് വി മുരളീധരൻ 427 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് കയറുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അവസാന നിമിഷം, അവസാന ബൂത്ത് വരെ എന്ന സമയം വരെ കാത്തിരിക്കേണ്ടി വന്നു ആ ഒരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ എന്നുള്ളതാണ്. അവസാനം ഉള്ളൂർ മേഖലയിലേക്ക് അവിടെ CPM വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് അല്ലെങ്കിൽ ഒരു പ്രദേശമാണ്. അവിടെ ആ പ്രദേശത്തേക്ക് പോലും കൂടെ വി മുരളീധരന് തൻ്റെ പ്രഭാവം പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അങ്ങനെയാണ് ആ 427 എന്നുള്ള ആ ഒരു NDAയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് 2020യുടെ സാന്നിധ്യമാണ്. 19 സീറ്റിലാണ് മത്സരിച്ചത്. എവിടെയും ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് വിജയസാധ്യതയുള്ള സീറ്റുകളെല്ലാം 2020ക്ക് കൊടുത്തു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 2020 ഒന്നുമല്ല എന്നാണ് ഈ വോട്ടെണ്ണിയപ്പോൾ മനസ്സിലായത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ആദ്യമായി തന്നെ 2020 ഘടകകക്ഷിയാകുന്ന NDA അതിനുശേഷം അവർക്ക് 19 സീറ്റാണ് ഇത്തവണ നൽകിയത് എന്നുള്ളതാണ്. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സീറ്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട BJPക്ക് ജയിക്കാൻ കഴിയുന്ന സ്വാധീനം ഏറെയുള്ള സ്ഥലങ്ങളിൽ 2020ക്ക് സീറ്റുകൾ നൽകിയിരുന്നു. അതിനെതിരെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ 2020 അമ്പേ പരാജയപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്.
എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാന്നിധ്യം പോലും അറിയിക്കാൻ 2020 കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പാർട്ടിക്ക് ഒരു സീറ്റിലും ഈ 19 സീറ്റിൽ ഒരിടത്ത് പോലും ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിയുടെ സഹായത്തോടെ, അതായത് 2020യുടെ സഹായത്തോടെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലേക്ക് 2020ക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. എബി സൂചിപ്പിച്ച പോലെ തന്നെ BJP സംസ്ഥാനത്ത് വളരുകയാണ്. 12-15% വോട്ട് ശതമാനമാണ് നിലവിലുള്ളത്. ആ സമയത്താണ് ഈ തിളക്കമാർന്ന വിജയം. നിയമത്തിൽ മാത്രം ഒതുങ്ങിയ BJPയാണ് ചാത്തന്നൂരിലേക്കും കഴക്കൂട്ടത്തൊക്കെ വിജയിച്ചത്. അത് BJPയുടെ പ്രതീക്ഷയുള്ള A ക്ലാസ് മണ്ഡലങ്ങൾ കൂടിയായിരുന്നു. വിശദാംശങ്ങൾ നൽകിയത് എബി ജോൺ തോമസ്. കേരളത്തിൽ BJP NDAക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത കേരളം സാക്ഷാത്കരിക്കാൻ കഠിനമായി പരിശ്രമിക്കും. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDFനെ അഭിനന്ദിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങളെ കേന്ദ്രം എപ്പോഴും പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു.